പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സഭായോഗത്തിൽ നമുക്കേവർക്കും സംബന്ധിക്കുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തല്ലോ. കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സമയം അധികം നമ്മുടെ മുമ്പിലില്ലല്ലോ. കർത്താവിൻ്റെ തിരുമേശയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ആധികാരികമായി പ്രസ്താവിച്ചിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കാം. അടുത്തത്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ തിരുമേശ ചൂണ്ടിക്കാട്ടുന്നത് കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ദൈനംദിന യാത്രയിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കണം, ഓർക്കണം. എന്നാൽ അതിൽ ഉപരി കർത്തൃമേശയുടെ മുൻപിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ഓർത്തേ മതിയാവും. എന്താ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവം? നമുക്കെല്ലാവർക്കും അറിയാം. യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ ഗത്സമന തോട്ടത്തിൽ ഒലിവുമലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ പേര് ചൊല്ലി വിളിച്ച് അപ്പോസ്തോല പദവിയിലേക്ക് കൊണ്ടുവന്ന 12 അപ്പോസ്തോലന്മാരിൽ ഒരുവനായ യൂദ, പട്ടാളക്കാർ യേശുവിനെ കയ്യേറ്റു, ബന്ധിച്ചു. ഹന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും പീലാത്തോസിൻ്റെയും ഒക്കെ അരമനകളിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. യേശുവിൽ ഒരു കുറ്റവും ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, കുറ്റമില്ല അവന്. കാരണം അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഊനമില്ലാത്ത കുഞ്ഞാട്. ഒരു തെറ്റും യേശുവിനെ കുറിച്ച് പറവാനില്ല. പിന്നെ എന്തിനാ യേശുവിനെ ക്രൂശിച്ചത്? ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. ഞാനൊരു അധ്യാപകനായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമായിരുന്നു. പണിഷ്മെൻറ്റ് പല വിധങ്ങളാണല്ലോ. എംബോസിഷൻ എഴുതിപ്പിക്കുക, ക്ലാസ്സിൻ്റെ വാതിക്കൽ പിടിച്ച് നിർത്തുക, ഒത്തിരി ശിക്ഷണ മുറകളുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നീതി ന്യായ കോടതി എന്ന് പറഞ്ഞ് ഒരു വകുപ്പുണ്ട്. എന്തിനു വേണ്ടിയാ? തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കണം, തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ വെറുതെ വിടണം. അതിനു വേണ്ടിയാണ്. ഈ കോടതി യേശുവിനെ വിസ്തരിച്ചിട്ടും 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 ഒരു തെറ്റും കാണില്ല. പിന്നെ എന്തിനാ ശിക്ഷിച്ചത്? വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. എബ്രായർ 2:9 വാക്യം. എങ്കിലും
എങ്കിലും എല്ലാവർക്കും വേണ്ടി. ആ എല്ലാവരും എന്നുള്ളിടത്ത് നമുക്ക് പറയാൻ കഴിയണം MA വർഗീസിന് വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, എങ്കിലും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. അപ്പൊ നാം ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണ് യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത്. യേശു ശിക്ഷിക്കപ്പെടാൻ കാരണം അവനിൽ തെറ്റുണ്ടായിട്ടല്ല, നാം ചെയ്ത തെറ്റുകളുടെ ശിക്ഷ. അവൻ മരണം ആസ്വദിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. He tasted the death. മരണം ആസ്വദിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ക്രൂശിപ്പാൻ കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും ആ ക്രൂശിൻ്റെ മരണത്തിൻ്റെ കാഠിന്യം കുറച്ച് കിട്ടേണ്ടതിന് വേണ്ടി അവർക്ക് മയങ്ങാനുള്ള മരുന്ന് കൊടുക്കുമായിരുന്നു. വേദനയുടെ കാഠിന്യം കുറയാനായി. ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും കൊടുക്കും. അങ്ങനെയെങ്കിൽ യേശുവിനും കൊടുത്തു. വേദനയുടെ കാഠിന്യം കുറയത്തക്കവണ്ണമുള്ള ആ മരുന്ന് യേശുവിനും കൊടുത്തപ്പോൾ യേശു അത് സ്വീകരിച്ചെങ്കിൽ അതിനർത്ഥം അവൻ മരണം ആസ്വദിച്ചില്ല എന്നാണ്. എന്നാൽ വാക്യം വായിക്കുന്നു, നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ മരണം ആസ്വദിച്ചു. അങ്ങനെയെങ്കിൽ ആ മരുന്ന് അവൻ ഉപയോഗിച്ചില്ലെന്നല്ലേ അതിനർത്ഥം? വേദനയുടെ കാഠിന്യം കുറയ്ക്കുന്ന ആ മരുന്ന് വസ്തു യേശു ഉപയോഗിച്ചില്ല എന്നതിനർത്ഥം നമുക്ക് നോക്കാം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ വേദന കുറയ്ക്കുന്ന വേദന സംഹാരി വ്യക്തികൾക്ക് കൊടുക്കുന്നത്. യേശുവിനും കൊടുത്തു. മർക്കോസ് എഴുതിയ സുവിശേഷം 15:23, ലൂക്കോസ് 23:36, യോഹന്നാൻ 19:29-30 എന്നീ വാക്യങ്ങൾ ആ ക്രമം അനുസരിച്ച് വായിക്കണം. മർക്കോസ് 15:23. അവനോ വാങ്ങിയില്ല. കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല. They gave him the wine mingled with myrrh എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മോര് കലർത്തിയ വീഞ്ഞ് യേശുവിന് കൊടുത്തു, അവൻ വാങ്ങിയില്ല. മോര് അതായത് മിർ, ഇറ്റ് ഈസ് എ പെയിൻ കില്ലർ, വേദന സംഹാരിയാണ്. ആ വേദന സംഹാരിയായ പെയിൻ കില്ലറായ മിർ കലക്കിയ വീഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, കള്ളന്മാർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കുടിക്കുന്നുണ്ട്. പക്ഷെ യേശു വാങ്ങിയില്ല. ബിക്കോസ് ഹി വാണ്ടഡ് ടു ടേസ്റ്റ് ദ ഡെത്ത്. സെക്കൻഡ് സ്റ്റേജ് ലൂക്കോസ് 23:36. മതി, യേശു കുടിച്ചില്ല. പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കാണിക്കുക. ആ രണ്ടാമത്തെ സ്റ്റേജിലും യേശു ആ വേദന സംഹാരി കുടിച്ചില്ല. മൂന്നാമത്തെ തേർഡ് സ്റ്റേജ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം
29-30 വാക്യങ്ങൾ. ആ, അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ ക്രൂശിന്റെയും ചുവട്ടിൽ അത് വെച്ചിട്ടുണ്ട്. പുളിച്ച വീഞ്ഞ്, അതായത് മിർ കലക്കിയ വൈൻ, ഓരോ ക്രൂശിന്റെയും ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. അവർക്ക് ദാഹിക്കുമ്പോൾ കൊടുക്കാൻ, വേദന കുറയ്ക്കാൻ വേണ്ടി ഇതിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് തണ്ടിന്മേൽ, ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ്, അതായത് മിർ കലക്കിയ വൈൻ, ഹി ഡ്രാങ്ക്. അവൻ കുടിച്ചെന്ന്. അവൻ കുടിച്ചെങ്കിൽ അതിനർത്ഥം അവന് വേദന അനുഭവിക്കുന്നില്ലെന്നല്ലേ? അല്ല. എപ്പോഴാ യേശു അത് കുടിച്ചത്? പ്രവചന നിവർത്തിക്ക് വേണ്ടി, ലാസ്റ്റ് മൊമെന്റിൽ, അതായത് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന സകല വേദനകളും യേശു അനുഭവിച്ച ശേഷം ഏറ്റവും ഒടുവിൽ തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ആ അവസാന നിമിഷം യേശു പ്രവചന നിവർത്തിക്ക് വേണ്ടി, പഴയ നിയമത്തിൽ സംഗീതം എഴുതിയിട്ടുണ്ട്, അവന് കണ്ടി കലർത്തിയ വീഞ്ഞ് കൊടുത്തു, കയ്പ് വെള്ളം കൊടുത്തു, അവൻ കുടിച്ചെന്ന്. ആ പ്രവചന നിവർത്തിക്ക് വേണ്ടി മാത്രം യേശു അതൊന്ന് കുടിച്ച ശേഷം പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് സ്വന്തം തോളിൽ തല ചായ്ച്ചവൻ പ്രാണനെ വിട്ടു. സ്തോത്രം. യേശു സഹിച്ച കഷ്ടപ്പാടുകൾ, അത് ധ്യാനിക്കുന്ന ശുശ്രൂഷയാണ് ഈ കർത്തൃമേശ. ഇതാര് ഭാഗവാക്കാകേണ്ടതാണ്, ആര് ഭാഗവാക്കാകാൻ പാടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ ആ ആ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അടുത്ത വാക്യം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ് ഉണ്ട്. അപ്പൊ ആരാണ് ഇത് ഭാഗവാക്കാകേണ്ടത്? നിത്യജീവൻ പ്രാപിക്കേണ്ടവർ. നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗവാക്കാകേണ്ട ശുശ്രൂഷയാണ് കർത്താവിൻ്റെ തിരുമേശ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം നിത്യജീവനുണ്ട്. ആരാ ഭാഗവാക്ക് ആകാൻ പാടില്ലാത്തവർ? നേരത്തെ കർത്താവിൻ്റെ വിലയേറിയദാസൻ സങ്കീർത്തനം 107-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ 2-ാമത്തെ പോർഷനിൽ പറഞ്ഞല്ലോ, അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും ചെയ്യുന്നവർ. ദൈവീയത് ഇതിൽ കൈനിട്ടരുത്. ഏതാ ദൈവത്തിൻ്റെ വചനം? ഗലാത്യ ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. എനിക്കറിയാം പേഴ്സണലായിട്ട് ചിലർ, നമ്മുടെ സഭയിലുള്ളവരല്ല കേട്ടോ, ആരാധനയ്ക്ക് വരും പക്ഷേ മദ്യപിക്കുന്നുണ്ട്. കൂട്ടുകാർ കൂടുമ്പോൾ മദ്യപിക്കും. എന്താ വചനത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നു,
കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എഫേസ്യർ 5:25 എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, വചനമാ. തീത്തോസ് 2:3 എടുക്കണ്ട. എങ്ങനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ? സ്വന്തം ശരീരത്തെ പോലെ. സ്വന്തം ശരീരത്തെ ആരും ഒരു നാളും എന്ത് ചെയ്യുന്നില്ല? പകയ്ക്കുന്നില്ല. സ്വന്തം ശരീരത്തെ പകയ്ക്കുന്നവരാരാ? ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ. എനിക്കറിയാം, ഞാൻ തുറന്നു പറയുക, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. പല സഹോദരിമാരും കൈമോക്കി സ്തോത്രം പറയുന്നു. ഒരു കാരണവശാലും ഭാര്യയെ തല്ലരുത്. അതുപോലെ ഭർത്താക്കന്മാരെ തല്ലുന്ന ഭാര്യമാരുമുണ്ട്. അതും പറയാതിരിക്കാനുള്ളത്. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. വചനത്തോട് മത്സരിക്കരുത്. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കരുത്. ഭോഷ്ക് പറയരുത്. അസൂയ, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, വെറിക്കൂത്ത്, ഈ വക ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം നാം ഉരിഞ്ഞു കളഞ്ഞവരാ. മേലാൽ അത് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കരുത്. വിശുദ്ധിയോടെ വേണം ഈ മേശയിൽ ഭാഗവാക്കാകാൻ. എനിക്ക് നല്ല കോൺഫിഡൻസാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന കർത്തൃമേശ ശുശ്രൂഷ, എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവ് ഈ മേശയെ അനുഗ്രഹിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹ പാത്രം അല്പം കഴിയുമ്പോൾ ഇത് അനുഗ്രഹത്തിന്റെ പാത്രമായി തീരും. അനുഗ്രഹത്തിന്റെ പാത്രത്തിൽ നാം യോഗ്യതയോടെ ഭക്ഷിച്ചാൽ, പാനം ചെയ്താൽ, ശ്രദ്ധിക്കൂ, അത് നമുക്ക് അനുഗ്രഹമാണ്. എന്നാൽ അയോഗ്യമായി ഇതിന്മേൽ കൈനീട്ടിയാൽ അത് നമുക്ക് ശാപമാണ്. ഞാൻ തന്നെ സ്നാനപ്പെടുത്തിയ ഒരു അങ്കിളിനെ എനിക്കറിയാം. ഞാൻ സ്നാനപ്പെടുത്തിയതാണ്. പക്ഷേ അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞപ്പോൾ അല്പം ബാക്ക് സ്ലൈഡിങ് ഉണ്ടായി, പിന്മാറ്റം വന്നു. മദ്യപിക്കാൻ തുടങ്ങി, പുകവലിക്കാൻ തുടങ്ങി. എന്നാൽ ആരാധനയ്ക്കൊക്കെ വരും. കർത്തൃമേശ വന്നപ്പോൾ എടുക്കരുതെന്ന് അദ്ദേഹത്തോട് വാണിംഗ് കൊടുത്തു. അദ്ദേഹം ബലാത്കാരേണ എടുത്തു ഭക്ഷിച്ചു. ഞാൻ തുറന്നു പറയട്ടെ, വേദനയോടെ പറയട്ടെ, അത് ആ മനുഷ്യൻ്റെ അവസാനത്തെ കർത്തൃമേശയാണ്. അത് കഴിഞ്ഞൊരു കർത്തൃമേശ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം മാനസിക നില തെറ്റി. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയും എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഭാര്യയും മക്കളും ഒക്കെ സഭയിലുള്ളവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധിയോടെ കൈനീട്ടേണ്ട ശുശ്രൂഷയ കർത്തൃമേശ. സമയം വളരെയധികം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. മേശമേൽ അപ്പവും വീഞ്ഞും ഇരിക്കുക. ഇത് ചൂണ്ടിക്കാട്ടുന്നത് പല ധാന്യങ്ങൾ ചേർന്ന് പൊടിഞ്ഞാണ് അത് ഒരപ്പമായി തീർന്നു ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുമ്പോൾ പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി മാറ്റപ്പെടുകയാണ്. എനിക്ക് കർത്തൃമേശയിൽ ഭാഗവാക്കാകാൻ യോഗ്യതയുണ്ട്.
എന്ന് പൂർണ്ണ ബോധ്യം ഉള്ളവർ. ഇപ്പോൾ ക്രൂശിന്മേൽ എന്ന ഒരു ഗാനം ആലപിക്കുന്ന നേരത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ഈ മേശയിൽ ഭാഗവാക്കാകാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ മാത്രം നിൽക്കുകയും ബാക്കിയുള്ളവർ ദയവായി ഇരിക്കുകയും വേണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇനിയുള്ള അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. പ്രാഗൽഭ്യമുള്ളവർ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർ ഇരിക്കുക. ക്രൂശിന്മേൽ കാണുന്ന ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഈ അപ്പത്തെ കർത്താവ് അനുഗ്രഹിച്ചു നൽകുവാനായി ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ഊട്ടി അവർ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പ, ഞങ്ങൾക്ക് ഇത് അനുഗ്രഹത്തിന്റെ ജീസസ് അവിടുത്തെ കരം ഇതിന്മേൽ വെച്ച് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണം. സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു ഇത് എന്നവൻ അരുളി ചെയ്തു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. അപ്പമെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി. നിങ്ങളുടെ മുൻപാകെ കടന്നു വരുന്ന അപ്പത്തിൽ നിന്ന് ഓരോ പീസ് മുറിച്ചെടുത്ത് കൈകളിൽ വെക്കണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മുൻപാകെ കടന്നു വരുന്ന ഈ പാത്രത്തിൽ നിന്ന് ഒരു പീസ് മുറിച്ച് നിങ്ങളുടെ കൈവശം വെച്ചേക്ക്. യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഓരോ പീസ് മുറിച്ചെടുത്ത് കൈവശം വെക്കാവുന്നു. യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു.
പാദം തൊഴുന്ന തന്നോടെ ശിഷ്യർക്ക് പുണ്യേശു നരത്തിരു ബലി മരണം നീർപ്പ പുണ്യേശു നരത്തിരു ബലി മരണം നീർപ്പ തന്നാനൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ മഹാത്മ്യമിതിലനവധിയുണ്ടു രഹസ്യമേ മഹാത്മ്യമിതിലനവധിയുണ്ടു രഹസ്യമേ ഏകൻ പോയല്ലോ ബലി കഴിവതിനായി ഏകൻ പോയല്ലോ ബലി കഴിവതി. യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ഈ അപ്പത്തെ സ്തോത്രം പറഞ്ഞ് നമുക്ക് ഏവർക്കും ഒരുമിച്ച് ഭക്ഷിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ അപ്പത്തെ ദൈവം അനുഗ്രഹിച്ച് തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ യോഗ്യത ഉണ്ടായിട്ട് ആർക്കെങ്കിലും അപ്പം ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കരം ഉയർത്താം. എല്ലാവർക്കും ലഭിച്ചല്ലോ. അവണ്ണം തന്നെ ഈ പാനപാത്രത്തെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 5 വിധത്തിലുള്ള മുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി 5 ടൈപ്സ് ഓഫ് വൂൺസിൽ നിന്നാണ് രക്തം ഒഴുകിയത്. ഈ പാത്രത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകേണ്ടതിന് ഇപ്പോൾ പാസ്റ്റർ ആരോൺ ഫിലിപ്പ് ജോൺ ഇതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പ യേശുവേ, ഞങ്ങൾക്കിത് അനുഗ്രഹത്തിന്റെ പാത്രമായി തീരും. സ്തോത്രം. ആമീൻ. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു എന്ന് യേശു അരുളി ചെയ്തു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നിന്നയാൽ തകർന്നവനായി വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. യേശുവിന്റെ 5 വിധ മുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുന്ന ഈ പാത്രത്തിൽ നിന്ന് ഓരോ കപ്പ് സ്വീകരിക്കാവുന്നതാണ്. കരങ്ങളിൽ എടുത്ത് വെക്കുക. യേശുവിന്റെ 5 വിധ മുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഈ പാനപാത്രത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്.
ലോകസ്ഥാപനം മുതലറുക്കപ്പെട്ട യേശുവിന്റെ അച്ചുവിധ മുറിവുകളിൽ ഒഴുകിയ തിരുരക്തത്തിന്റെ ഓർമ്മയ്ക്കായി ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ലാ ദൈവ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് രക്തത്തിന്റെ ഓർമ്മയ്ക്കായി കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസ്സരും ചാടുക കണ്ടിടുക പ്രിയരേ നിനക്കായി തൂങ്ങിടുന്നു നാടികളിൽ കണ്ടിടുക പ്രിയരേ നിനക്കായി തൂങ്ങിടുന്നു നാടികളിൽ ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന തുള്ളി രക്തം വരെ അവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ഈ പാനപാത്രത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നമുക്കേവർക്കും ഒരുമിച്ച് പാനം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ജീവിതത്തിൽ യോഗ്യതയുണ്ടായിട്ട് ആർക്കെങ്കിലും പാനപാത്രത്തിൽ നിന്ന് ലഭിക്കാതെ പോയവരുണ്ടെങ്കിൽ ഇപ്പോൾ കരമുയർത്താം. ഈ പാനപാത്രത്തെ ദൈവം അനുഗ്രഹിച്ചു തന്നതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ കപ്പ് ഇതിനകത്ത് പാത്രത്തിലോട്ട് കാണിച്ചു. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിക്കുന്നു. വാക്കും ഭാഷണവും കൂടാതെ ഇവ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ ഭാഗവാക്കാകാൻ ഇനിയും ജീവിതങ്ങളുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കർത്തൃമേശയെക്കാളും കൂടുതൽ ആൾക്കാർ ഇന്ന് കർത്തൃമേശ എടുക്കാനുണ്ട്. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒരു പുതിയ ജീവിതം കൂടെ സ്നാനപ്പെട്ട് കർത്തൃമേശയിലേക്ക് ഭാഗവാക്കാകാൻ ദൈവം ഒരുക്കിയതോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, സ്നാനത്തിന്റെ ബന്ധനത്തെ ദൈവം അഴിച്ചിരിക്കുക. ഇനി തുടർമാനമായി സ്നാനം നടക്കാൻ പോകുക. അതുപോലെ ദൈവസഭയ്ക്കകത്തിന് വിവാഹം നടക്കണം. അതിന്റെ ബന്ധനം അഴിയണം. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സ്തോത്രം. ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ചുംബനം കൊടുത്ത് അന്യോന്യം വന്ദനം ചെയ്യാൻ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും പലരും മാസ്കൊക്കെ വെച്ചാണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്നതും നല്ല കാര്യമാണ്. അതുകൊണ്ട് തമ്മിൽ മുഖത്തോട് മുഖം നോക്കി കൈകൾ കൂപ്പി മാറാനാഥ, അതായത് നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ പിരിയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, 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 മാറാനാഥ. ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. സമയം പോയെങ്കിലും വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലിബ്രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്ത
മുഴക്കിടുവാൻ വഴി പറന്നു പോകാൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുക്കിടുക, വേഗം ധരിച്ചിടുവാൻ വഴി പറന്നു പോകാൻ. ശാലിൽ രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൽ രാജൻ വരുന്നൊരു ധ്വനി ദേശമെങ്ങും മുഴങ്ങിടുന്നു. വീരരുണർന്നു സമീപം ശക്തിയായൊരു വേല ചെയ്യുവാൻ. വീരരുണർന്നു സമീപം ശക്തിയായൊരു വേല ചെയ്യുവാൻ. ഇടിച്ചു കളയാൻ സ്നേഹത്താൽ ഒന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ഇടിച്ചു കളയാൻ സ്നേഹത്താൽ ഒന്നിക്കാൻ വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലിൽ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലിൽ രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. കരങ്ങൾ ഉയർത്തിയൊരല്ലേ പറയാ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ അവിടുത്തെ പാദപീഠത്തിങ്കൽ ചേർന്ന് വരുവാൻ ഈ സമയം വരെ അവിടുത്തെ വിലയേറിയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അനുഭവിച്ചറിയുവാൻ അങ്ങ് സഹായിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ശുശ്രൂഷകളെല്ലാം ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ മടങ്ങി വരും വരെ എല്ലാവരെയും കൃപയിൽ പൊതിയും. ദൈവദൂതന്മാരെ സകലർക്കും കാവലാക്കുന്നതാണ് കർത്താവ്. അത് ചെയ്തതിനായി സ്തോത്രം. ഇന്ന് സ്നാനപ്പെട്ട പ്രിയ സുമതി സിസ്റ്ററിനെയും അനുഗ്രഹിക്കും, കൃപയിൽ എല്ലാവരെയും പൊതിയും. ഇന്നിവിടെ പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ പലരുണ്ടല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നവരുണ്ട്, ഹൂസ്റ്റണിൽ നിന്ന് വന്നവരുണ്ട് കർത്താവെ, കാനഡയിൽ നിന്ന് വന്നവരുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ നീ അനുഗ്രഹിച്ചുകൊള്ളും. നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കി നിർത്തും. മഹത്വം അങ്ങേക്ക് തരുന്നു. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരയോ മനസ്സലിവുടയ മഹോന്നത പരമേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരമേ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകൽ വചനം ശുശ്രൂഷിച്ച കർത്താവേ, സൗദിയിൽ നിന്ന് കടന്നു വന്ന അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ, ഇവിടെ പുതുതായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ, ഈ സഭയിലുള്ള എല്ലാവരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ഇന്ന് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. കർത്താവ് നിങ്ങളെ അവരെയും അനുഗ്രഹിക്കും.